നമസ്കാരം. ധനുസ് പി എസ് സി ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. അതിൻ്റെ ഫൈനൽ ആൻസർ കീയാണ് നമ്മളോട് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 10/23 2023 ചോദ്യപേപ്പറാണ്. അതിൻ്റെ ആൻസർ കീ, ഫൈനൽ ആൻസർ കീയാണ് നമ്മളോട് ചെക്ക് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഇത് അറ്റൻഡർ, സ്റ്റോർ അറ്റൻഡർ, കീപ്പർ തുടങ്ങിയ തസ്തികകളിലേക്ക് നടന്ന എക്സാമിൻ്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസുമാണിത്. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ റാങ്ക് ഫയൽ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മുൻകാല ചോദ്യങ്ങളും ചെയ്ത് പഠിക്കണം. അതെങ്കിൽ മാത്രം നമുക്ക് റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നു, അതല്ലെങ്കിൽ നമ്മൾ റാങ്ക് ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്ത് നമുക്ക് വേഗം ക്ലിക്കാവും അല്ലേ. ഒരു തോന്നൽ വരും, ആ ചോദ്യം അതിൻ്റെ ആൻസർ എനിക്കറിയാമല്ലോ. അപ്പോൾ ആ ഭാഗം ഒന്ന് റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്കിലോ പോയി ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ഒന്നുകൂടി പഠിക്കാം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം മാർക്ക് 100 മാർക്കാണ്. ടൈം 1 മണിക്കൂർ 30 മിനിറ്റാണ്. നമ്മുടെ 1.5 മണിക്കൂർ ടൈമുണ്ട്. ഇത് LGS ലെവൽ 10th ലെവൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. 2, ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. 3, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. രണ്ടാമത്തെ മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അതായത് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ബാക്കി 2 പോയിൻറ്റ്സ് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? 1, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ലാഹോർ സമ്മേളനം ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. മറ്റൊന്ന്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. 2 പോയിൻറ്റ്സ് കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നിങ്ങളുടെ ഹോട്ട് ടോപ്പിക് ഇതൊന്നും ഇല്ലെങ്കിൽ എഴുതി ചേർത്ത് വെച്ച് പഠിക്കുക. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം അല്ലേ, 1 പോയിന്റ്, ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത്. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. അടുത്തത്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. 2 പോയിൻറ്റ്സും കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻസ്, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? 1, ഖേദാ സമരം. 2, മീററ്റ്. 3, ചമ്പാരൻ. 4, ഹോം റൂൾ സമരം. ആൻസർ നമ്പർ 2ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് സമരങ്ങൾ. 1ഉം 3ഉമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉമാണ്. ഖേദാ സമരവും അതുപോലെ ചമ്പാരൻ സമരം അല്ലേ. ചമ്പാരൻ സമരം നമുക്ക് 17 ആണെന്നൊക്കെ അറിയാം. 1917. ഖേദ 18 ആണെന്നും അറിയാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 1ാമത്തേതും 3ാമത്തേതുമാണ്. ചമ്പാരൻ സമരവും ഖേദാ സമരവും. അപ്പോൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ വർഷം കൂടി, ഗാന്ധിജിയുടെ സമരങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ വർഷങ്ങൾ കൂടി എഴുതി വെച്ച് വേണം പഠിക്കാൻ. കാരണം ഇങ്ങനെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരെല്ലാം? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരെല്ലാം? 1, മൗണ്ട് ബാറ്റൻ പ്രഭു. 2, ഇർവിൻ പ്രഭു. 3, AV അലക്സാണ്ടർ. 4, സ്റ്റാഫോർഡ് ക്രിപ്സ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ് അംഗമല്ലാതിരുന്ന വ്യക്തികൾ. 1ഉം 2ഉം എന്ന് പറയുമ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവും അംഗമല്ലാതിരുന്നു അല്ലേ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്നു അല്ലേ. ഇവർ 2 പേര്, MV അലക്സാണ്ടറും സ്റ്റാഫോർഡ് ക്രിപ്സും ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നു. AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ് ക്യാബിനറ്റ് മിഷനിൽ അംഗമാണ് അല്ലേ. പഠിക്കുന്ന ഹോട്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 ലാഹോർ സമ്മേളനം അല്ലേ. രണ്ടാമത്തെന്ന് പറയുമ്പോൾ എന്താണത്? ഗാന്ധിജിയുടെ സമരങ്ങൾ. അടുത്തത് എന്താണ്? ക്യാബിനറ്റ് മിഷൻ അല്ലേ. ക്യാബിനറ്റ് മിഷനിൽ അംഗമുള്ള വ്യക്തികളെന്ന് മാത്രമല്ല അല്ലേ, എന്തിനൊക്കെ വന്നു, എവിടെ നിന്നൊക്കെ വന്നു എന്നൊക്കെ നമ്മൾ അത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലായിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭുവാണ് അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ എന്താണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ്. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? രണ്ടാമത്തതാണ് സൈനിക സഹായ വ്യവസ്ഥ ബന്ധപ്പെടാത്ത പ്രസ്താവന അല്ലേ? ആൻസർ ഓപ്ഷൻ ബി. സൈനിക സഹായ എന്ന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ 1798 നടപ്പിലാക്കി. 1798 നടപ്പിലാക്കി. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം എന്നുള്ളതുമായിരുന്നു അവരുടെ ഡിമാൻഡ്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഡിമാൻഡ്. ഓക്കെ. കാഴ്ചന് പ്രഭു നമുക്കറിയാം, ബംഗാൾ വിഭജനം അല്ലേ? ബംഗാൾ വിഭജനം അറിയാം. അപ്പം ഇങ്ങനെ ഡീറ്റെയിൽസ് ഞാൻ ഇനി പറയുന്നില്ല, ക്വസ്റ്റ്യനും ആൻസേഴ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഇതിപ്പോൾ പ്രസ്താവന രീതി ആയതുകൊണ്ട് നമുക്കൊന്നിങ്ങനെ പറയാതെ ചോദ്യങ്ങൾ മനസ്സിലാവില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് മൗലാന മുഹമ്മദ് അലി, 2 മുഹമ്മദ് അലി ജിന്ന, 3 സാലിം അലി, 4 മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? ആൻസർ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി, ഒന്നാമത്തെയും നാലാമത്തതും. അതായത് ഏതാണ്? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലി. മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് അല്ലേ ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, അയർലൻഡ്. നിർദ്ദേശകം അയർലൻഡ് അല്ലേ? ഒരിൻ്റെ പ്രഭാവമില്ല ഇവിടെ ഉണ്ടല്ലോ. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്ന് സ്വീകരിച്ചു? അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. അയർലൻഡ് അല്ലേ? അയർലൻഡ്. ഐറിഷ് ഗവൺമെൻറ്, അയർലൻഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതാണ്? ആൻസർ മണിപ്പൂരാണ്. ഓക്കെ, മണിപ്പൂരാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ, ഓക്കെ അത്രയും പോകണ്ട. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അല്ലേ? വിവരാവകാശ നിയമം എന്നാണ് എല്ലാവർക്കും അറിയാം, എപ്പോഴും ചോദിക്കാനും അല്ലേ? ബാക്കി ഫില്ല് ചെയ്യണം. 2005. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം രാജസ്ഥാനാണ്. അവിടെയാണ് ആദ്യമായി വിവരാവകാശ നിയമം. 2005 രാജസ്ഥാൻ. ഓക്കെ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ് മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത്. ആർക്കാണ്? പാർലമെന്റിന്. ആർക്ക് മാത്രമേ ഉള്ളൂ? പാർലമെന്റിന്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയല്ലാത്തവ ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തേത് വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ, പാലിയം വക്കം അബ്ദുൽ ഖാദർ, ഗുരുവായൂർ കെ. കേളപ്പൻ. ഇതിൽ ശരിയല്ലാത്തത് ഏതാണ്? ചേരുംപടി കൊടുത്തേക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തതാണെന്ത്? ശരിയല്ലാത്ത കാര്യം. ഓക്കെ.
രണ്ടാമത്തതാണ് ശരിയല്ലാത്തത് അല്ലേ. ഓക്കെ, വൈക്കം ടി.കെ. മാധവൻ എന്നറിയാം അല്ലേ, ഇതിൻ്റെ ഹെഡ് ഓഫ് ദി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെത് കെ കേളപ്പൻ അല്ലേ, കെ കേളപ്പൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. രചനകൾ മാത്രം നോക്കാം. ഒന്നാമത്തതും നാലാമത്തതുമാണ് ആൻസർ അല്ലേ. വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവ ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. വേദാധികാര നിരൂപണം, വേദാധികാര ചട്ടമ്പി സ്വാമി, വേദാധികാരം അല്ലേ. ആദിഭാഷയും ചട്ടമ്പിയുടേതാണ്. ആദിഭാഷ, ആദിയും വ്യാധിയും അല്ലേ. ഇവിടെ വേദാധികാര, ആദിയും വ്യാധിയും ചട്ടമ്പിയുടേതാണ്. ആദിയും വ്യാധിയും വേദാധികാര ചട്ടമ്പി സ്വാമികളുടെയാണ്. ഓക്കെ, 2 പഠിച്ചില്ലേ. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏതെല്ലാം? ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആട്ടോ. 1, 2, 4 ശരിയായ ഉത്തരങ്ങൾ അല്ലേ. ബന്ധപ്പെട്ട പരാമർശം 1, 2, 4 ശരിയായ ഓപ്ഷൻസ്. അതായത് ശക്തൻ തമ്പുരാൻ എന്ന് പറയുമ്പോൾ കോവിലകത്തും വാതുക്കലും ബന്ധപ്പെട്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു. ഇത് 3 പ്രസ്താവന അദ്ദേഹം ബന്ധപ്പെട്ടല്ലേ. കുളച്ചിൽ ഇത് നമുക്കറിയാം. ആരായിരുന്നു? കുളച്ചിലിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരായിരുന്നു? കമൻറ്റ് ചെയ്യട്ടോ, എഴുതിയിട്ടുണ്ട് ഞാൻ. മാർത്താണ്ഡവർമ്മ അല്ലേ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിലുള്ള യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ശക്തൻ തമ്പുരാൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കോവിലകത്തും വാതുക്കൽ, തൃശ്ശൂർ പൂരം, കൂടൽ മാണിക്യ ക്ഷേത്രം അല്ലേ. നമുക്ക് കുളച്ചിലറിയാം, അതങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് പഠിക്കാം. ശക്തനെയും കൂടി പഠിച്ചു വെക്കുക. കോവിലകത്തും തൃശ്ശൂർ പൂരം, കൂടൽ മാണിക്യ ക്ഷേത്രം. ഓക്കെ, ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി പറയുന്നില്ലേ, മാർത്താണ്ഡവർമ്മ എന്നുള്ള ഹോട്ട് ടോപ്പിക്കും എടുത്തിടുന്നുണ്ട് അല്ലേ. ശക്തനെയും കൂടി എൻ്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. അടുത്തത്, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ, സമത്വ സമാജം. ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠ സ്വാമികൾ. സമാജം വൈകുണ്ഠൻ, സമത്വം വൈകുണ്ഠം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് യോജിക്കാത്ത പ്രസ്താവന. ഓക്കെ, 4 മാത്രമാണ് യോജിക്കാത്ത പ്രസ്താവന അല്ലേ. അതായത് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യ സംഘടിത കലാപം അല്ലേ. സംഘടിത കലാപം 1721 ഇത് നടക്കുന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. നിങ്ങളുടെ ഹോട്ട് ടോപ്പിക്സിൽ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്ത വിവരമൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ അവിടെ എഴുതി വെക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും എഴുതിയിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അതിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ഓക്കെ, അല്ലെങ്കിൽ പോസ് ചെയ്തതിന് ശേഷം അവിടേക്ക് എടുത്ത് നോട്ടിൽ നോക്കി എഴുതിയിട്ട് പിന്നെ കണ്ടാൽ മതിയല്ലോ, ധൃതിയൊന്നുമില്ല. അപ്പോൾ ആറ്റിൽ കലാപ ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലേ ഏതൊക്കെയാണ്? ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ്? സംഘടിത കലാപം 1821 ആയിരുന്നു. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു അല്ലേ. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരനായ രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല ഏതാണ്? ആൻസർ ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതി ഉള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഖാരിഫ് വിള അല്ലേ, ഖാരിഫ് ആൻഡ് റാബി അല്ലേ, വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവിടെ ഖാരിഫ് വിളയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ
ബാർലിയാണ്. ഉൾപ്പെടാത്തത് ബാർലി കേട്ടോ. ഒരു മിനിറ്റ്. ബാർലി ഉൾപ്പെടാത്തത് ബാർലി അല്ലേ. ചോളം, നെല്ല്, പരുത്തിയൊക്കെ ഖാരിഫ് വിളയാണ് അല്ലേ. ചോളം, നെല്ല്, പരുത്തി ഖാരിഫ് വിള എന്ന് എഴുതുക. ഖാരിഫ് ആൻഡ് റാബി ഉണ്ട് കേട്ടോ. അപ്പുറത്തോളം റാബി. ഖാരിഫ് എഴുതുക, ചോളം എഴുതി വെക്കുക, നെല്ല് എഴുതി വെക്കുക, പരുത്തി. കുറേ പ്രാവശ്യം ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും. ചോളം, നെല്ല്, പരുത്തി. ഇനിയും കുറേ ലിസ്റ്റ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ, പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്. 1998 മെയ് 17. 1998 മെയ് 17 അടൽ ബിഹാരി വാജ്പേയി എന്ന് ഉദ്ഘാടനം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇതാണ്. 98 മെയ് 17. നെക്സ്റ്റ് വൺ. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ ദിനം കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? പെരുംകുളം. ആൻസർ പെരുംകുളം. പെരുംകുളം. നെക്സ്റ്റ് വൺ. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ സി 101 ഭേദഗതി. 101 ഭേദഗതി. GST 101 ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ 15 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? NK സിംഗ്. ഇത് 15 ഓക്കെ. നമ്മുടെ 2023 ക്വാണ്ടം ഡോട്ട്സ് രസതന്ത്രം ചോദിക്കുന്നത് പോലെ ഇവിടെയും 15ാം ധനകാര്യ കമ്മീഷനൊക്കെ ചോദിക്കാം. ആൻസർ NK സിംഗ്. NK സിംഗ്. താഴെപ്പറഞ്ഞ പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓക്കെ, ശരിയായത് നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 ശരിയാണ്. ഓക്കെ. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? നീതി ആയോഗ് 2015 ജനുവരി 1. 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ്? PC മഹലനോബിസ്. അത്രയും ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ലേ? പ്ലാനിംഗ് കമ്മീഷൻ വന്നത് എന്നാണ്? 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് വന്നതെന്നാണ്? നീതി ആയോഗ് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ആൻസർ കറുത്ത മണ്ണ്. അനുയോജ്യ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ് അല്ലേ. മണ്ണെന്നൊരു ടോപ്പിക്ക് നമുക്ക് എപ്പോഴും പഠിക്കാറുണ്ട്. മണ്ണെന്നൊരു ടോപ്പിക് അല്ലേ. അതിൽ കറുത്ത മണ്ണ്, റിഗർ മണ്ണ് എന്ന് പറയും, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ് അല്ലേ. ആ മണ്ണിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ആരെക്കുറിച്ചാണ്? കറുത്ത മണ്ണിനെ കുറിച്ചാണ്. ഓക്കെ. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ
ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതെല്ലാം? ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? കണ്ടൽ വനങ്ങളാണ് അല്ലേ? സുന്ദരവനം, കണ്ടൽ വനങ്ങൾ അല്ലേ? കണ്ടൽ വനങ്ങളാണ്. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? കണ്ടൽ വനങ്ങൾ തന്നെയാണ്. കണ്ടൽ വനങ്ങൾ തന്നെ. അവിടെ ഇങ്ങനെ കടുവകൾ ഒളിച്ചു പാത്തിരുന്നോളൂ അല്ലേ? കണ്ടൽ വനങ്ങളാണ്. ഓക്കെ. അടുത്തത്, ഭ്രംശ് താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ എങ്ങോട്ട് പോകും? ആൻസർ ഗോസ് ടു നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്നത് നർമ്മദ. പടിഞ്ഞാറോട്ട് നർമ്മദയാണ്. പടിഞ്ഞാറ് അല്ലേ? ആറ്, നർമ്മദ. ഇറിൻ്റെ കണക്ഷൻ വീണ്ടും വന്നു അല്ലേ? ഇർ കണക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ആൻസർ എന്താണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ഗംഗയും ബ്രഹ്മപുത്രയുമാണ് അല്ലേ സുന്ദരവനം ഡെൽറ്റ ഉണ്ടാകാനുള്ള കാരണം. രണ്ട് ഒഴുകി വരുമ്പോൾ ഒഴുകി പല പ്രദേശങ്ങളിൽ ഒന്നിച്ചു ചേരുന്നു. ആ പ്രദേശം എന്തുണ്ടാകുന്നുണ്ട്? സുന്ദരവനം ഡെൽറ്റ അല്ലേ? ഏതൊക്കെ നദികൾ നിക്ഷേപമാണ്? നിക്ഷേപിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ അരുകി ചേർന്ന് വരുമ്പോൾ അവരുടെ എക്കൽ ഒക്കെ നിക്ഷേപിച്ചാണ് എന്തോ ഡെൽറ്റ ഫോം ചെയ്തത്. അപ്പോൾ ഗംഗ, ബ്രഹ്മപുത്ര, സുന്ദരവനം ഡെൽറ്റ എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ സി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പോൾ നമ്മളൊരു 10ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ചെയ്തതെങ്കിൽ ഈ 10ലെയും ഈ ടോപ്പിക്കുകൾ ചെറുതായിട്ട് പറയില്ല. ഇപ്പോൾ സുന്ദരവനം ഡെൽറ്റ ഒന്നാദ്യം എഴുതി വെച്ചു. അതേപോലുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. അങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പോൾ ഒരു 5ഓ 6 വെച്ചതെന്ന് വെച്ചോളൂ. 6ൽ എത്ര സെയിം പോയിൻറ്റ്സ് വരുന്നു നോക്കുക അല്ലെ? നദികളെക്കുറിച്ചുള്ളപ്പോൾ എത്ര പോയിൻറ്റ്സ് വരുന്നു നോക്കുക. അതൊക്കെ വെച്ചിട്ട് വേണം പഠിക്കാൻ. അല്ല റാങ്ക് ഫയൽ മൊത്തം പഠിച്ചിട്ടൊന്നും പ്രിലിംസ് പരീക്ഷ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റാങ്ക് ഫയൽ മൊത്തം പഠിച്ച പ്രിലിംസ് പരീക്ഷ എഴുതിയിട്ട് ജയിക്കില്ല അങ്ങനെ അല്ലേ? നിങ്ങൾ ഹോട്ട് ടോപ്പിക് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഷുവറാണത്. പ്രിലിംസ് ഷുവർ ക്വസ്റ്റ്യൻ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് ജയിക്കാൻ പറ്റും പ്രിലിംസിന്. മറ്റുള്ള കാര്യം ഞാൻ പറയില്ല. ബാക്കി ഡീറ്റെയിൽഡായി പഠിക്കുക തന്നെ വേണം. ഡീറ്റെയിൽസ് പഠിക്കണം. ഓക്കെ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. നെക്സ്റ്റ് വൺ, മിഷൻ ഭൂമിപത്ര ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ്? ആൻസർ അസം. ഓക്കെ. മിഷൻ ഭൂമിപത്ര അസം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല. ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ജൂൺ ടു സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ആൻസർ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. നെക്സ്റ്റ് വൺ, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 744. NH 744. NH 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാട് ജില്ല അല്ലേ? പീഠഭൂമി വയനാട് ജില്ല. ഇവിടുന്ന് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് ചുരം കയറി പോകുമ്പോൾ വിശാല പ്രദേശമാണ് അല്ലേ? ആ മല അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മളെന്തെങ്കിലും ഓർക്കുമോ? അവിടെ അങ്ങനെ ഒരു പ്രദേശമുണ്ടെന്ന് ഓർക്കത്തേ ഇല്ല. മല നമ്മളിങ്ങനെ ചെങ്കുത്തായ പാറകളിങ്ങനെ കറങ്ങി കയറി ചെല്ലുമ്പോഴത്തേക്കിനല്ലേ ചെല്ലുമ്പോൾ നല്ല പച്ചപ്പുള്ള നല്ല നിരപ്പായ പ്രദേശം കാണാം അല്ലേ? എൻ്റെ ഫസ്റ്റ് അനുഭവം അങ്ങനെ തന്നെയാണ്. നമുക്കറിയില്ല എന്താണ് വയനാടെന്നറിയാതെ നമ്മളിങ്ങനെ വെറുതെ ആ പാറകളിങ്ങനെ കയറി മല കയറി ചെന്ന് കഴിയുമ്പോൾ നല്ല പച്ചപ്പുള്ള അത്ര നേരം എനിക്ക് പേടിച്ചൊക്കെ ഞാനിരുന്നു.
അതായത് മല കണ്ടും പുഴ കണ്ടും പേടിക്കും, എനിക്ക് പേടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്താണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, 1 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. അത് കഴിയുമ്പോഴത്തെ നല്ല പച്ചപ്പായ പ്രദേശം, നല്ല നല്ല പച്ച അല്ലേ, നല്ല ഫുൾ. അപ്പോൾ സമാധാനമായി. അതാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിൻ്റെ പ്രദേശം ഏതാണ്? വയനാട്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ആൻസർ പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല. നെക്സ്റ്റ് വൺ, സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുക? സെങ്കുളം, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി അല്ലേ, ഇങ്ങനെ എഴുതാം. അപ്പോൾ സി വരും, ചെങ്കുളം, സെങ്കുളം. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുക? ആൻസർ ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? പക്ഷിഗ്രാമം. പക്ഷിഗ്രാമം നൂറനാട്. പക്ഷിഗ്രാമം നൂറെണ്ണം. പക്ഷിഗ്രാമം നൂറെണ്ണം, നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശങ്ങളുള്ള കേരളത്തിലെ ജില്ല? ഏറ്റവും കൂടുതൽ തീരദേശങ്ങളുള്ള കേരളത്തിലെ ജില്ല? ആൻസർ കണ്ണൂർ. തീരദേശങ്ങളുള്ളത് കണ്ണൂരാണ്. കണ്ണൂർ, കണ്ണൂർ തീരദേശം അല്ലേ, ഞാൻ കുളവാക്കി. തീരദേശം കണ്ണൂർ. പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം? ആൻസർ ഓപ്ഷൻ സി, വെള്ളായണി കായൽ. വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കുമളി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുക? ആൻസർ ഓപ്ഷൻ എ, ആലുവ. മെമ്മറി പോറുണ്ടെന്ന് നോക്കാം ഒന്നുകൂടി. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? ആൻസർ വെള്ളായണിക്കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്? കുമളി. ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ്? ആലുവയിലാണ്. എറണാകുളം, ആലുവ ഓർത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ്. സോളാർ പ്ലസ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് അതെവിടെയാണ്? ആൻസർ മേപ്പാടി. മേപ്പാടി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വയനാട്. ഓക്കെ, വയനാട് ജില്ലയിലാണ് മേപ്പാടി. സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദീർഘദൂര റേഡിയോ വിക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി ഇല്ലേ, അന്തരീക്ഷപാളി നമുക്ക് ഡിഗ്രി ഫിലിംസിന് പോലും സിലബസിലുണ്ട്. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അയണോസ്ഫിയർ. അയണോസ്ഫിയർ. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണം അയണോസ്ഫിയർ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. നെക്സ്റ്റ് വൺ, വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ആൻസർ വൈലോപ്പള്ളി ശ്രീധരമേനോൻ. വൈലോപ്പള്ളി ശ്രീധരമേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആൻസർ ജൂളാണ്. ജൂളാണ്.
ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ശിശു ആധാർ വിത്തിൻ 24 hours അല്ലേ, ജനിച്ചിട്ട് വിത്തിൻ 24 hours എന്ത് കൊടുക്കാമെന്നവർക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണത്? അപ്പോഴാണ് തെലുങ്കാനയാണ് അല്ലേ. ഒരു 2-ാം തീയതി പ്രഖ്യാപിച്ചവരാണ്. തെലുങ്കാന. ശിശു ആധാർ കൊടുക്കാൻ തീരുമാനിച്ചത് തെലുങ്കാന. താലോലം, തെയ്യം അല്ലേ. ശിശു ആധാർ തെലുങ്കാന. അടുത്തത് 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്തിനാണ്? എന്തിനു വേണ്ടി തുടക്കം കുറിച്ചത്? എന്ത് പ്രഖ്യാപിച്ചു അദ്ദേഹം? പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച സംരംഭം എന്തായിരുന്നു, അല്ലെങ്കിൽ സംഗതി എന്തായിരുന്നു, കാര്യപരിപാടി എന്തായിരുന്നു? ആൻസർ 5G സേവനമാണ് അല്ലേ. എന്തായിരുന്നു? 5G ഉണ്ടോ മൊബൈലിൽ? ഇപ്പോൾ എനിക്കില്ല. 5G അല്ലേ, വലിയ പാടാം. 5G കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്ര, ഇത് കറണ്ട് അഫയറിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് അന്ന്. ഓക്കെ അല്ല, ഇപ്പോൾ ചോദിക്കും. ഇപ്പോൾ 5G എല്ലാവർക്കും വരുന്നതുകൊണ്ട് ചോദിക്കാം. 5G സംരംഭം തുടക്കം കുറിച്ചതാരാണ്? നരേന്ദ്രമോദിയാണ്. ചോദിക്കരുത്, അവർക്ക് ചോദിക്കാം. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ ഏതായിരുന്നു അത്? ആൻസർ പ്രചന്ദ്. ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ പ്രചന്ദ്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? 100 മേനി അല്ലേ. 100 മേനി വിളവെടുക്കും നമുക്ക് കേൾക്കാം. വിക്ടേഴ്സിൽ കൂടി 100 മേനി വിളവെടുത്ത പരിപാടിയാണ്, കാർഷിക പരിപാടിയാണ്. ഓക്കെ, 100 മേനി വിളവെടുക്കുന്ന കേട്ടിട്ടില്ലേ? ഫുൾ കിട്ടുക എന്നുള്ളർത്ഥം, മുഴുവൻ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻസ്. വിറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തേത്, എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വിറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാക്കുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടും ശരിയാണ് അല്ലേ. വിറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. ഇത് നിശാന്തത എന്ന അസുഖമാണ് ഉണ്ടാക്കുന്നത് അല്ലേ. മറ്റൊന്ന്, ഡ്രൈനെസ് ആവുന്നൊരു കണ്ടീഷനുണ്ട്. മങ്ങി വിളിച്ചത്തെ കാഴ്ച കാണാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ത്? നിശാന്തത അല്ലേ. എന്നാൽ സിറോഫ്താൽമിയയും ഉണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഈർപ്പരഹിതമാകുന്ന അവസ്ഥ അല്ലേ. ഡ്രൈനെസ് ആവുന്ന, ഉണങ്ങുന്ന അവസ്ഥ കണ്ണ്, അതാണ് സിറോഫ്താൽമിയ. അതും നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യരിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ, സ്റ്റേപ്പീസ് എന്ന അസ്ഥി. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ല. കഴിഞ്ഞ ഈ പ്രാവശ്യം 26 ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരമാണ് സ്റ്റേപ്പീസ് എന്ന് പറയുന്ന അസ്ഥി. മനുഷ്യരിടത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? സ്റ്റേപ്പീസ് എന്ന അസ്ഥി. സ്റ്റേപ്പീസ് എവിടെ കാണുന്നു? നമ്മുടെ ചെവിയിലാണ്. ചെവിയുടെ മധ്യകർണത്തിലാണ് സ്റ്റേപ്പീസ് എന്ന അസ്ഥി. ചെവിയുടെ മധ്യകർണത്തിലാണ് സ്റ്റേപ്പീസ് എന്ന് പറയുന്ന അസ്ഥി അല്ലേ. ബാക്കി ആരൊക്കെയുണ്ട്? മാലിയസ്, ബാക്കി അസ്ഥികൾ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പീസ് അല്ലേ. സ്റ്റേപ്പീസ് വരും. ഇതെല്ലാം എവിടെയാണ്? മധ്യകർണത്തിൽ കാണുന്നവയാണ് 3 അസ്ഥികൾ അല്ലേ. ചെവി എന്ന് പറയുമ്പോൾ ബാഹ്യകർണമുണ്ട്, മധ്യകർണം, ആന്തരകർണമുണ്ട്. മധ്യകർണത്തിലെ 3 അസ്ഥികളാണ് അല്ലേ. കൂടക്കലിൻ്റെ പോലും ചുറ്റുകയുടെ പോലും കാണുന്നവയാണ്. സ്റ്റേപ്പീസ് പറഞ്ഞ അസ്ഥി ഇത് കഴിയുമ്പോൾ, മധ്യകർണം കഴിഞ്ഞ് വരുമ്പോൾ അടുത്തത് ആന്തരകർണമല്ലേ. അപ്പോൾ ആന്തരകർണത്തിനോട് ചേർന്നിരിക്കുന്ന അസ്ഥി ആരാണ്? സ്റ്റേപ്പീസ് അസ്ഥിയാണ് അല്ലേ. നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും ചെറിയ അസ്ഥി ആര് തന്നെയാണ്? സ്റ്റേപ്പീസ് അസ്ഥിയാണ്. ഓക്കെ, എവിടെ കാണുന്നത്? ചെവിയുടെ മധ്യകർണം. ചെവിക്ക് 3 ഭാഗമുണ്ട്. നമ്മുടെ പുറമേ കാണുന്ന ഭാഗം ബാഹ്യഭാഗം, സെക്കൻഡ് ഭാഗം മധ്യകർണം, ആന്തരകർണം. മധ്യകർണത്തിലാണെന്നുള്ളത് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പീസ് എന്ന അസ്ഥികൾ കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ സ്റ്റേപ്പീസ് എന്ന അസ്ഥി. അടുത്ത ക്വസ്റ്റ്യൻ.
കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണൂത്തിയാണ് ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം. ആൻസർ അതാണ്, വൃക്കയാണ് ആൻസർ. മറ്റൊരു പേര് അല്ലേ, ഇംഗ്ലീഷിൽ പറയാം, കിഡ്നി എന്നാണ് നമ്മൾ പറയും അല്ലേ. അപ്പോൾ വൃക്ക എന്നാണ് ആ ശരീരഭാഗം, വൃക്കയിൽ ബാധിക്കുന്ന അസുഖമാണ് നെഫ്രൈറ്റിസ് അല്ലേ. അത് ഓർത്തിരിക്കുന്ന വേറൊരു കീ പോയിന്റ് ഉണ്ട്. അതായത് കിഡ്നിയുടെ അല്ലെങ്കിൽ വൃക്കയുടെ ഏറ്റവും സബ് യൂണിറ്റ്സ് എന്ന് പറയും, അടിസ്ഥാന ഘടകങ്ങൾ, അതിൻ്റെ പേര് നെഫ്രോൺ എന്നാണ്. മലയാളത്തിൽ എഴുതാം, നെഫ്രോൺ എന്നാണ് അതിൻ്റെ പേര്, നെഫ്രോൺ. ഓക്കെ, നെഫ്രോൺ. അതായത് കിഡ്നി നിർമ്മിച്ചേക്കുന്നത് ദശലക്ഷക്കണക്കിന് നെഫ്രോണുകൾ ചേർന്നിട്ടുള്ളവയാണ്. ഒരു നെഫ്രോൺ എന്ന് പറയുമ്പോൾ ഇതൊരു ബൊമാൻസ് ക്യാപ്സുൽ ഇങ്ങനെ വന്നിട്ട് പോയല്ലോ, വൃക്കയാണ് ആൻസർ അല്ലേ. അപ്പോൾ നെഫ്രോൺ ഞാൻ പറഞ്ഞു. ഓക്കെ, നെഫ്രോൺ ഇങ്ങനെയാണ്, നെഫ്രോൺ അല്ലേ, നെഫ്രോൺ. അപ്പോൾ ഇതിനകത്തുള്ള ദശലക്ഷക്കണക്കിന് നെഫ്രോണുകൾ ഇങ്ങനെ ഇരട്ട സ്ഥലമാണ് ബൊമാൻസ് ക്യാപ്സുള്ള. ഇവിടെ നിന്നൊരു കുഴൽ ഇങ്ങനെയുണ്ട്, അതിങ്ങനെ കിടക്കും കേട്ടോ, അങ്ങോട്ട് പോകും, ഇതിങ്ങനെ നടുക്കോട് കിടക്കും ബൊമാൻസ് ക്യാപ്സുള്ള. പിന്നെ അതിൻ്റെ ഹെൻലി സ്റ്റൂപ്പ്, ഇതിനകത്ത് ബ്ലഡ് വെസൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പോന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ബ്ലഡ് വെസൽസ്, ഇത് ബ്ലഡ് വെസൽസ് ആണ്. ഈ ബ്ലഡ് വെസൽസ് ഇതാണ്. ബൊമാൻസ് ക്യാപ്സുലിന് അരിപ്പ പോലെ സാധനം ഇവിടെയാണ്, ഞാൻ വരയ്ക്കുന്ന ഭാഗത്ത് അരിപ്പ പോലെ സാധനമുണ്ട്. ഇവിടെ നിന്ന് അരിച്ച് കുറച്ച് മാറ്റുന്നുണ്ട്. അപ്പം എന്താ പറയുക, രക്തമാണ് ഇതിലേക്ക് വരിക, രക്തം ആണ് ഇതിൽ, മൂത്രമല്ല വരിക, രക്തമാണ് ഇതിലേക്ക് വരിക. ഇവിടെ ഇരട്ട സ്ഥലമാണ്, ഇവിടെയും അരിച്ച് മാറ്റം നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടി അത് വരയ്ക്കാം. ഇവിടെ അരിച്ച് മാറ്റം നടക്കുന്നുണ്ട്, ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരട്ട സ്ഥലമാണത്. അപ്പോൾ ഇതിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ, ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ. അഫറൻറ്റ് വെസൽ, ഇഫറൻറ്റ് വെസൽ എന്നും പറയാം. ബ്ലഡ് കൊണ്ടുവരും, ബ്ലഡ് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്, ശുദ്ധമാക്കി തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ അരിച്ചു മാറ്റുന്നു, ബാക്കി ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ലേ, കുഴൽ പോലെ കിടക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ ബാക്കി വിടാം കേട്ടോ. അഫറൻറ്റ് വെസൽ, എഫറൻറ്റ് വെസൽ പോകുന്നു. ഇത് ബൊമാൻസ് ക്യാപ്സൂൾ, ഈ ഇത്രയും ഭാഗം ബൊമാൻസ് ക്യാപ്സൂളാണ്. ഇതിൻ്റെ ലൂപ്പ കുഴലാണ്, ഇതിൽ കൂടി ഇങ്ങനെ ബാക്കി ഭാഗം ഇങ്ങനെ അരിച്ചരിച്ച് പോകും. അവിടെ നിന്ന് ഓരോന്ന് ചുറ്റിങ്ങനെ കണക്റ്റിംഗ് ട്യൂബുകളുണ്ട്. ലാസ്റ്റിൽ എന്താണ്, യൂറിനായിട്ടാണ് പോവുക. അപ്പോൾ ഇതുപോലുള്ള ഈ ബൊമാൻസ് ക്യാപ്സൂളും ഹെൻലി സ്റ്റൂപ്പും കണക്റ്റിംഗ് ട്യൂബുകളും ഒക്കെ അടക്കമുള്ള കുറേ ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ ചേർന്നാണ് ആര്, ഈ കിഡ്നി എന്ന് പറയുന്ന അവയവം അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത്, നെഫ്രൈറ്റിസ്, നെഫ്രോണുകളെ ബാധിക്കുന്ന അസുഖം നെഫ്രൈറ്റിസ്. ഓക്കെ, ഇനി 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 ആൻസർ സ്വാന്ത പേബോ അല്ലേ. ആ പേരൊക്കെ, പേബോ എന്നുള്ള പേരൊക്കെ ഓർത്ത് വെച്ചേക്കുക. കാരണം 23 ചോദ്യം അവർ ക്വാണ്ടം ഡോട്ട്സ് ഇട്ടിട്ടേ ഇല്ല അവരിതുവരെ അല്ലേ. അപ്പോൾ നമുക്ക് പഠിച്ചു വെക്കാം. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവരിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുക? ഈക്വലൈസ് ചെയ്യുമ്പോൾ അല്ലേ, പുറം. ആൻസർ ഓപ്ഷൻ എ, പിണ്ഡം. ഓക്കെ, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവരിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര്. ഇത് താഴെ പറഞ്ഞ ഏതാണ്? സിമ്പിളായി ചോദിക്കാം, മെർക്കുറിയുടെ അയിര് എന്താണ് അല്ലേ. ബട്ട് ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് ഏത് കാരണം കൊണ്ടാണ് അല്ലേ? നമ്മുടെ കുക്കറിൽ
സാധനങ്ങൾ വേഗം പാചകം ചെയ്യാൻ സാധിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? എന്ത് കാരണമാണ്? അതായത് അവിടെ മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നില്ല. അടച്ചു വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ മർദ്ദം, ടൈറ്റ്നസ് കൊണ്ട് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട് വേഗം പാചകം ചെയ്യാൻ സാധിക്കുന്നു. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. നെക്സ്റ്റ് വൺ, ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നതിൽ ഏതു ഗുണമാണ്? ഏതൊരു വസ്തുവിനും ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ അത് കണ്ടിട്ടാണ് ന്യൂട്ടൺ ചലന നിയമങ്ങൾ പ്രസ്താവിക്കുന്നത്. ഏത് ഗുണമാണ്? ഏത് ഗുണം? ജഡത്വം എന്ന ഗുണം, അല്ലേ? ജഡത്വം എന്ന ഗുണം. അപ്പോൾ ജഡത്വം എന്താണ്? ഏത് പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥയിൽ തുടരുവാനുള്ള ഗുണമാണെന്ത്? ജഡത്വം. ആ ഗുണമാണ് ആര് പ്രയോഗിക്കുന്നത്? ന്യൂട്ടൺ ചലന നിയമങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ആൻസർ കേരള ഹൈക്കോടതി. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് എന്താണ്? ആൻസർ ആദിത്യ L1. ഇത് ചോദിച്ച് തഴപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അത് കറൻ്റ്ലി ഇപ്പോൾ ഉള്ള, അല്ലേ, സുനിത വില്യംസിൻ്റെ ഒക്കെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന സമയം? ആൻസർ 8 ദിവസം, അല്ലേ? അതൊരിക്കലും നശിക്കുന്നില്ല. അതായത് ആ ചോദ്യം നശിക്കുന്നില്ല. കാരണം കൊതുക് എപ്പോഴും ഉണ്ടല്ലേ, അത് അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സോ അത് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എന്താണ്? 8 എന്ന് പഠിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് LGS ലെവലിൽ, അറ്റൻഡർ ലെവലിലേക്കൊക്കെ ചോദിക്കാം എന്നുള്ളതാണ്. പുകവലി മൂലം ഉണ്ടാകുന്ന ഇതിൻ്റെ ഫാക്റ്റ് ശരിക്കും എന്താണ്, അല്ലേ? കൊതുക് മൂലം നമുക്ക് ഡെങ്കിപ്പനി, അങ്ങനെയുള്ള പനി, ഇങ്ങനെയുള്ള പനി ഒക്കെ വരുന്നില്ലേ? അപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇതിനെ, അല്ലേ, കൊതുക് വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? 8 ദിവസം കൊണ്ട് ആ മുട്ട വിരിയുന്നു, അല്ലേ? പുതിയ കൊതുക് ഉണ്ടാകുന്നു. നമ്മൾ നശിപ്പിക്കുന്നത് ഒരാഴ്ച, അതാണ് വർക്കിംഗ്. ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇതിനെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും, വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെ കൊതുക് പെരുകുന്നു. 2 ആഴ്ചയായി കഴിഞ്ഞാൽ കൊതുക് പെരുകി കഴിഞ്ഞു, അല്ലേ? അപ്പോൾ ഒരാഴ്ച എടുക്കണം. അതിൻ്റെയൊക്കെ ഫാക്റ്റ് അതാണ്, അല്ലേ? കൊതുകിൻ്റെ മുട്ട വിരിയെടുക്കുന്ന ദിവസം 8 ദിവസം. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം. ആൻസർ ബ്രോങ്കൈറ്റിസ്, അല്ലേ? എന്ന് പറഞ്ഞാൽ ബ്രോങ്കൈറ്റിസ്, പുകയെടുക്കുന്നില്ല അകത്തോട്ട്, അല്ലേ? ബ്രോങ്കൈറ്റിസ് ഉണ്ടാകും. എങ്ങനെ ബ്രോങ്കൈറ്റിസ് വരും? അതായത് നമ്മുടെ ശ്വാസകോശം, അല്ലേ? നമ്മുടെ മൂക്കിതാണെങ്കിൽ മൂക്കിൻ്റെ ദ്വാരം, മൂക്കിൽ കൂടി ഇങ്ങനെ ശ്വാസം വരുന്നില്ലേ? പോട്ടെ, ഇവിടെ കണ്ണ്, ഇത് മൂക്കിൻ്റെ ദ്വാരം, ഇത് വായെന്നൊക്കെ വെച്ചോ, കഴുത്ത് കേട്ടോ, പോട്ടെ. ഇതിങ്ങനെ വരുമ്പോൾ ഇതിൽ ഗഹുരം ഇതിങ്ങനെ വന്നു, ഇത് ബ്രോങ്കസ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഒന്നിച്ച് വരുവേ, എന്നിട്ട് 2 അങ്ങ് പിരിയും. ഇടത്തായിട്ടിറങ്ങുവേ, ഇങ്ങനെ വന്നു പിരിഞ്ഞു. ഇതിന് ശാഖോപശാഖകളായിട്ട് ഇവിടെ അങ്ങ് പിരിയുക. ശ്വാസകോശം ഇതിലോട്ട് വന്നു, ഇത് ശ്വാസകോശത്തിലേക്ക് വന്നു കേട്ടോ. ഇത് ശാഖകളായിട്ട് പിരിയും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ, അല്ലേ, ഇത് ബ്രോങ്കസ്, ഇത് ബ്രോങ്കൈ. ഇത് ബ്രോങ്കൈകളുമാണ്. 2 ബ്രോങ്കസ് ഒന്നായിട്ട് വരുന്നത്, അല്ലേ? ട്രക്കി ഈ ഭാഗത്തുണ്ടത് കഴിഞ്ഞ് ബ്രോങ്കൈകളുമാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബ്രോങ്കസിനെ ബാധിക്കുന്ന അസുഖമാണെന്ത്? ബ്രോങ്കൈറ്റിസ്. അപ്പോൾ നമ്മൾ പുകയെടുക്കുമ്പം നമുക്ക് കൂടെ എടുത്തില്ലേ, ശ്വാസകോശത്തിലേക്കല്ലേ പോവുക. അതാണ് ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ബ്രോങ്കൈറ്റിസ്. അടുത്തത്, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജനീവ, അല്ലേ? ലോകാരോഗ്യ സംഘടന ജനീവ. ലോകാരോഗ്യ സംഘടന ജനിക്കുന്നു, അല്ലേ? ലോകാരോഗ്യ സംഘടന ജനീവയിൽ ജനിച്ചു. നെക്സ്റ്റ്, ഹൃദയത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏതാണത്? കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി, അല്ലേ? നമ്മൾ കുറേ ആഗ്നേയ ഗ്രന്ഥി അറിയാം, അല്ലേ? പിന്നെ എന്തൊക്കെ അറിയാം? ആഗ്നേയ ഗ്രന്ഥി, പിന്നെ ഗ്രന്ഥികളൊക്കെ മറന്നുപോയി, അല്ലേ? പീനിയൽ ഗ്രന്ഥി, അന്തസ്രാ ഗ്രന്ഥികളെല്ലാം അറിയാവുന്നല്ലേ? ആഗ്നേയ ഗ്രന്ഥിയുടെ ഹോർമോണുകൾ ഗ്ലൂക്കോഗോണും ഇൻസുലിനും, അല്ലേ? അപ്പോൾ കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി. ആരാണ്?
കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത്. അടുത്തത്, ഒരു ചലനരഹിത സന്ധിക്ക്, ചലിക്കാത്ത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, തലയോട്ടിയിലെ അസന്ധി അല്ലേ. തലയോട്ടി, രണ്ട് കപാലം, കപാലിങ്ങനെ പാർട്ടീഷനുണ്ട് അവിടെ, കപാലം തലയോട്ടി കേട്ടോ, ഇങ്ങനെ പാർട്ടീഷനുണ്ട്, നടുക്കൊരു പാർട്ടീഷൻ നമ്മൾക്കുണ്ട് ഇല്ല. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഏത് തലയോട്ടിയൊക്കെ കാണുമ്പോൾ അരച്ചേക്കുന്ന കാണത്തില്ല, അപ്പോൾ അതിനകത്ത് കാണാം ഒരു പാർട്ടീഷൻ, ഇവിടെ ഒരു നടുക്കൊരു വിഭജനമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന് ഇളകത്തില്ല അല്ലേ, ഇളക്കാൻ പറ്റും, ഒറ്റ തലയല്ലേ ഉള്ളൂ, ഇളക്കാൻ രണ്ടായിട്ട് പഠിക്കാൻ പറ്റില്ല. കൈയുടെ എടുത്തു കഴിഞ്ഞാൽ മുട്ടിൻ്റെ ഭാഗം നമുക്ക് ഇളക്കി മടക്കി വെക്കാം, തലയോട്ടി മടക്കി വെക്കാൻ പറ്റുന്നില്ല അല്ലേ. കഴുത്ത് ഭാഗം കൊണ്ട് ഫുൾ പോലും പറ്റത്തില്ല, അപ്പം തലയോട്ടി ഇളക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം ഇളക്കാം, ഇടുപ്പും കൈമുട്ടിലെയും കാൽമുട്ടിലെയും ഒക്കെ ഇളക്കാം. ചലനരഹിതം ആരാണപ്പോഴ്? തലയോട്ടിലെ സന്ധിയാണ്. നെക്സ്റ്റ്, തന്നിരിക്കുന്നതിൽ നിന്നൊരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. വിസർജന അവയവം അല്ലേ. അപ്പം നമ്മളെ ചോദ്യം എന്തോർക്കും, പഠിക്കുമ്പോൾ വേറെന്തെങ്കിലുമൊക്കെ ഓർത്ത് പോയില്ലേ, പക്ഷേ അങ്ങനെയല്ല. വിസർജന വേസ്റ്റുകൾ അല്ലേ, നമ്മുടെ വിയർപ്പുകളും മൂത്രം അരിച്ചു മാറ്റുന്നതും ഒക്കെ എന്ന് അത് അവയവമല്ലേ, മൂത്രം അരിച്ചു മാറ്റുന്ന അവയവം അല്ലേ, അതാണ് ചോദിക്കുന്നത്. തലച്ചോറുണ്ട്, ഹൃദയമുണ്ട്, ആമാശയമുണ്ട്, വൃക്ക, ഇതിൽ ഏതാണ് വിസർജന അവയവം എന്ന് പറയുക അല്ലേ. ആമാശയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ കുടൽ വന്നിട്ടില്ലേ, ഇത് നമ്മുടെ അന്നപഥം, അത് കഴിഞ്ഞ് ഇങ്ങനൊരു സാധനം, ഇത് ആമാശയം, ചെറുകുടൽ അല്ലേ, പിന്നെ എൻ്റെ കൂടെ വൻകുടൽ ഇങ്ങനെ. അപ്പോൾ ഇത് ആമാശയം, ഇവിടെ വിസർജിക്കാൻ പറ്റത്തില്ല, ആഹാരം വന്ന് കിടക്കുകയല്ലേ. തലച്ചോറ് വിസർജനമൊന്നുമില്ല, വേസ്റ്റില്ല. വിസർജനം എന്ന് വെച്ചാൽ വേസ്റ്റ്, പുറന്തള്ളപ്പെടുന്ന സാധനം. ഹൃദയത്തിൽ എന്താ, രക്തമല്ലേ ഉള്ളത്, ഹൃദയത്തിൽ ആ രക്തമില്ലേ, രക്തം അരിച്ചു മാറ്റുന്ന രക്തമാണ്, ശുദ്ധരക്തമൊക്കെ ഉണ്ട്. വിസർജനമൊന്നുമല്ല അവിടെ, ഹൃദയം. വിസർജനം അപ്പോൾ ആരാണ്? വിസർജനം. അപ്പോൾ ബാക്കിയൊന്നും ആരാ വന്നത്? ഇപ്പോൾ ആൻസർ വൃക്കയാണ് അല്ലേ. മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, വൃക്കയിൽ എന്താ സംഭവിച്ചത്? ഒമാൻസ് ക്യാപ്സൂൾ വഴി ബ്ലഡ് അങ്ങോട്ട് കയറിതിരിച്ച് എഫറൻറ്റ് വസലും ഉണ്ട്, അഫറൻറ്റിൽ കൂടെ കയറി എഫറൻറ്റിൽ കൂടെ തിരിച്ചു പോകും. അപ്പോൾ അതിൽ രക്തത്തിൽ നിന്ന് ഇങ്ങനെ അരിച്ചു മാറ്റൽ കാണിച്ചില്ലേ, ആ അരിച്ചു മാറ്റുമ്പോൾ അതിൽ നിന്ന് എന്താ വേസ്റ്റ് അരിച്ചു മാറ്റുക അവിടെ ചെയ്യുന്നത്. ഓരോ നെഫ്രോൺ എന്താ വേസ്റ്റാണ് ആദ്യം ഒമാൻസ് ക്യാപ്സൂളിൻ്റെ 2 സ്ഥലത്തിൽ വെച്ചിട്ട് 2 പാർട്ടും ഇല്ലേ, അങ്ങനെ അരിച്ച് മാറ്റിയിട്ട് താഴോട്ട് കുഴലിൽ കൂടി ഇങ്ങനെ ബാക്കി കടത്തിവിടും. അവിടെ വെച്ച് ബാക്കി നമുക്ക് വേണ്ടതൊക്കെ അങ്ങ് അബ്സോർബ് ശരീരത്തിലേക്ക് ബ്ലഡ് വെസലിൻ്റെ കൂടെ പോകുന്നുണ്ട്, ചുറ്റും ആര് പോകും, കുഴലിൽ കൂടെ ബ്ലഡ് വെസലും കൂടി ഇങ്ങനെ പണിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടതെല്ലാം എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ളതൊക്കെ എല്ലാം എന്ത് ചെയ്യും, ആ ബ്ലഡ് വെസൽസിലേക്ക് അങ്ങ് ആഗിരണച്ചപ്പെടും. ബാക്കി വേസ്റ്റ് ഇങ്ങനെ കുഴലിൽ കൂടെ പൊക്കൊണ്ടേയിരിക്കും. ബാക്കി ഭാഗം കളക്റ്റിംഗ് ട്യൂബുകളിലൊക്കെ കഴിഞ്ഞിട്ട് യൂറിനറി ബ്ലാഡറിലേക്കാണ് അറ്റാച്ച് ചെയ്യുക അല്ലേ. അപ്പോൾ കളക്റ്റിംഗ് ട്യൂബുകളിൽ മൂത്രമായിട്ടും മാറുക ചെയ്യുക, യൂറിയ ആയിട്ട് മാറും. പിന്നീട് ബൈ പ്രോസസ് വേറെയുണ്ട്. അവിടെ അതാണ് വിസർജനാവയവം പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൂത്രം അവിടെ അരിച്ചു മാറ്റപ്പെടും, രക്തം അരിച്ചു മാറ്റുന്നില്ലേ, തീർന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? വൃക്കയാണ് ആൻസർ അല്ലേ. സിമ്പിളായി ചോദിച്ചാൽ കാണാൻ പഠിച്ച് നമുക്ക് എഴുതാൻ പറ്റും. വിസർജനാവയവം വൃക്ക എന്ത് വിസർജിക്കും നമ്മൾ ഓർക്കാം അല്ലേ, അവിടെ മൂത്രമാണ് അരിച്ചു മാറ്റപ്പെടുന്നത്, ഒരു വിസർജനാവയവം അതാണ്. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? 4 അറയുള്ള ജീവി ഏതൊക്കെയാണ്? 4 അറയുള്ള ജീവി ആരാണ്? മനുഷ്യരാണ്. 4 അറയുണ്ട് അല്ലേ, ഹൃദയം, നമ്മുടെ ഹൃദയം അല്ലേ, ഹൃദയം വന്നു 4 അറയുണ്ട്. ഇതിന് ഓറിക്കിൾ എന്ന് പറയും, ആറിക്കിളുകൾ ഇംഗ്ലീഷിൽ മലയാളത്തിലൊക്കെ എഴുതുമ്പോൾ സ്പെല്ലിങ് കേട്ടോ, ആറിക്കിൾ എന്ന് പറയും. ഈ 2 എണ്ണം, ഇത് മുകളിലത്തെ 2 എണ്ണം റൈറ്റും ലെഫ്റ്റും വലതും ഇടതും ഓറിക്കിളുണ്ട്. ഇത് വെൻട്രിക്കിളുകൾ, താഴത്തെ 2 എണ്ണം വെൻട്രിക്കിൾ എന്ന് പറയും കേട്ടോ. ഇവിടെ വാൽവുകളുണ്ട്, ഡൈക്കസ്പിഡ് വാൽവ്, 2 ദളമുള്ള വാൽവ്, ദ്വിദള വാൽവ്, ത്രിദള വാൽവ് ഒക്കെയാണുള്ളത്. അപ്പോൾ മുകളിലത്തെ 2 എണ്ണം ഓറിക്കിളും താഴത്തെ 2 എണ്ണം വെൻട്രിക്കിളുകളുമാണ്. ഓക്കെ, 4 അറകളാണ് ഉള്ളത്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അറിയാം, വീണ ജോർജ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? എല്ലാവർക്കും അറിയുന്ന ചോദ്യമായിരിക്കും. ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തുള്ള? ഏതൊക്കെയാണ്? വിറ്റമിൻ ബി ആണ് ലയിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വെള്ളത്തിലേക്ക് വിറ്റമിൻ ഏതൊക്കെയാണ്? ബിയും സിയും എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിനാണ്. ബാക്കി എ ഡി കെ അല്ലേ, എയും ഡിയും ഇയും കെയും അടക്ക് അല്ലേ, അവരാരാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ്. 2 കാറ്റഗറി, 2 വിഭാഗങ്ങളുള്ളത്. കൊഴുപ്പിൽ ലയിക്കുന്നവയുമുണ്ട്, ജലത്തിൽ ലയിക്കുന്നവയുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന ഇത് 4 എണ്ണം, ജലത്തിൽ ലയിക്കുന്ന 2 എണ്ണം. വിറ്റമിൻ ബി എന്ന് പറയും, ബി കോംപ്ലക്സുകളുണ്ട് കേട്ടോ.
1 മുതൽ ഏകദേശം 12 വരെയുള്ള കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതാണ്? ആൻസർ താലോലം. താഴെയുള്ള. മനുഷ്യശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര അസ്ഥികളുണ്ട് മനുഷ്യരിൽ? എത്ര എണ്ണമുണ്ട്? 206 എണ്ണമുണ്ട് അല്ലേ? പ്രായപൂർത്തിയായ ഒരാൾക്ക് 206 അസ്ഥികളാണുള്ളത് അല്ലേ? കൊച്ചു കുഞ്ഞു നവജാത ശിശുക്കൾക്ക് 300 ഉണ്ട് അല്ലേ? എന്നാൽ മനുഷ്യരുടെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. നെക്സ്റ്റ്, ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ഏതാണ്? നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് അല്ലെ നമ്മുടെ ദിനചര്യകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന അസുഖം എന്താണ്? ഏത് അസുഖമാണ് നമുക്ക് ഉണ്ടാവുക അല്ലേ? ഒന്നിതാ ഇവിടെ ഉണ്ട് അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ, ബ്ലഡ് പ്രഷർ. ബാക്കി ജലദോഷവും അല്ലേ, അത് വൈറസ് പിടിക്കുക, പനി, മഞ്ഞപ്പിത്തമൊക്കെ വേറെ വരും. എന്നാൽ ബ്ലഡ് പ്രഷർ, BP എന്ന് പറയുമ്പോൾ നമ്മുടെ എങ്ങനെയുണ്ടാകും BP അല്ലേ? നമ്മുടെ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി BP ഉണ്ടാവാം അല്ലേ? മറ്റെന്തെല്ലാം അസുഖം ഉണ്ടായാലും BP ഉണ്ടാകാം. അപ്പോൾ കൊഴുപ്പടിയുന്നത് മൂലം നമുക്ക് ശരിക്കും ഒന്നുണ്ടാകാം, അനാരോഗ്യമാണ് ഉണ്ടാവുക. അപ്പോൾ BP, ബ്ലഡ് പ്രഷർ കൂടുന്നു അല്ലേ? ധമനികൾ കൊഴുപ്പ്, സാധാ ധമനി ഇങ്ങനെ അല്ലേ, എൻ്റെ അകത്തിങ്ങനെ കൊഴുപ്പ് കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ കൊഴുപ്പ് ഇങ്ങനെ അടിയെന്ന് വെച്ചോളൂ അല്ലേ? അപ്പോൾ ഇത്രയും വ്യാസം ആകെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയായിട്ട് മാറിയില്ലേ? അപ്പോൾ ഇത്ര സ്ഥലമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതിലെ പോകാനാണ് ഫോഴ്സ് ഒഴുക്ക് കുറയും. അപ്പോൾ BP ആയിട്ട് മാറും. സാധാരണ ഇത്രയും ദൂരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത്രയാകുമ്പോൾ എന്താകുന്നുണ്ട്? ഇത്രയാകുമ്പോഴത്തേക്കിന് ഇതിൽ കൂടെ തള്ളി വരും, പക്ഷെ പോകാൻ പറ്റില്ല. അവിടെ തടഞ്ഞിങ്ങനെ നിൽക്കുക ചെയ്യുക അല്ല? കൊഴുപ്പടിയുന്ന മൂലം നമുക്ക് BP ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ്, ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി. ജലദോഷം. ആൻസർ ഓപ്ഷൻ ബി, വൈറസ്. ഒരാൾ തുമ്മി മൂക്ക് ചീറ്റി അടുത്ത ആൾക്കും പിടിക്കും അല്ലേ? ഒരു ക്ലാസ്സിൽ ഇരുന്ന് കാണിച്ചാലും നമുക്കായാലും മൂക്കിയിട്ട് നമ്മൾക്ക് അടുത്തിരുന്ന വൈറസ് അല്ലേ പിടിപെടും. അത് ഓർത്താൽ മതി. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ഞാൻ വായിച്ചത് അല്ലേ? കോളറയ്ക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ ഏതാണ്? വിബ്രിയോ കോളറി. കോളറയ്ക്ക് കാരണമാകുന്ന, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ പരീക്ഷകളിൽ നമ്മൾ ഇങ്ങനെയും ചോദ്യം അറിയാവുന്നതാണ് എന്ത് ചെയ്യും? ഇങ്ങനെയും ചോദ്യം വായിക്കും, നിർത്തി വായിക്കുന്നതിനാണ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ആരാണ്? ബാക്ടീരിയ ആണ് അല്ലേ? വിബ്രിയോ കോളറയാണ് ആ ബാക്ടീരിയയുടെ പേര്. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ ചെയ്തു പോകണം. ഓക്കെ, 20 ക്വസ്റ്റ്യൻസ് LGS ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ക്വസ്റ്റ്യൻസ്. താങ്ക് യു.